നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അപൂർവ രോഗം 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചു. LSS USS പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. കാഫിർ പ്രചാരണം നടത്തിയത് UDF. തരംതാണ സന്ദേശം പ്രചരിപ്പിച്ചു എന്നത് ദൗർഭാഗ്യകരം. KK ശൈലജ. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത. 95% ബൂത്തുകളിലും 6 മണിയോടെ പോളിംഗ് പൂർത്തിയായി. സഞ്ജയ് കോൾ മാസങ്ങളോളം വൈകിപ്പിച്ചു. ഒടുവിൽ പിടിച്ചുവെച്ച 5 ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ. എല്ലാ കോൺഗ്രസ് എംപിമാരുമായും കൂടിക്കാഴ്ച നടത്തി. CPM CPI നേതാക്കളെയും കണ്ടു, വെളിപ്പെടുത്തി ജാവദേക്കർ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ അടക്കം പിടിച്ചുവെച്ച 5 ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണറുടെ സമീപനത്തിനെതിരെ സർക്കാർ നിയമപോരാട്ടം നടത്തുന്നതിനിടെയാണ് 5 ബില്ലുകളിലും ഗവർണർ ഒപ്പുവെച്ചത്. കേരളം നൽകിയ ഹർജിയിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീര സഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. തനിക്കെതിരെ വർഗീയ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ UDF തന്നെയെന്ന് KK ശൈലജ. UDF പ്രവർത്തകരാണ് അത് പ്രചരിപ്പിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ചാണെങ്കിൽ അവരെ തെളിയിക്കട്ടെ. കേസെടുക്കാൻ വൈകുന്നത് സ്വാഭാവികമാണ്. അന്വേഷണം നടക്കട്ടെ എന്നും ശൈലജ പറഞ്ഞു. വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കാഫിറായ KK ശൈലജയ്ക്ക് വോട്ട് ചെയ്തത് എന്ന ഓഡിയോ സന്ദേശവും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. വർഗീയ സന്ദേശങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം പോസ്റ്റുകൾ വന്ന പേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ കയ്യിലുണ്ട്. വിശദമായ പരിശോധനയിൽ അവ UDF പ്രവർത്തകരുടെ പേജുകളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സന്ദേശങ്ങൾ വ്യാജമാണെന്നാണ് ഷാഫി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഷാഫി തന്നെ അത് തെളിയിക്കട്ടെ, KK ശൈലജ പറഞ്ഞു. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി SMA അസുഖം ബാധിച്ച 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകിയിരുന്ന മരുന്നാണ് 12 വയസ്സ് വരെയാക്കിയത്. ആദ്യഘട്ടത്തിൽ 10 കുട്ടികൾക്കാണ് വില കൂടിയ മരുന്ന് നൽകിയത്. ഇതുവരെ 57 കുട്ടികൾക്കാണ് മരുന്ന് നൽകിയത്. 12 വയസ്സ് വരെ ചികിത്സ ഉയർത്തുമ്പോൾ 23 കുട്ടികൾക്കും കൂടി മരുന്ന് നൽകുന്നതാണ്. നവകേരള സദസ്സിനിടെ SMA ബാധിതയും കോഴിക്കോട് സ്വദേശിയുമായ സിയ മെഹറിൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിനിടെയാണ് അപൂർവ രോഗത്തിനുള്ള മരുന്ന് വിതരണം 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ലഭ്യമാക്കിയാൽ സഹായകരമാണെന്ന് പറഞ്ഞത്. നട്ടലിന്റെ വളവ് പരിഹരിക്കുന്നതിനുള്ള സൗജന്യ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് സിയ മെഹറിനിലാണ്. ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് മന്ത്രി വീണ ജോർജ് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും സൗജന്യ മരുന്ന് നൽകാൻ കഴിഞ്ഞ മാസം തീരുമാനമെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകാൻ ആരംഭിച്ചത്. സംസ്ഥാനത്ത് 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് 1.5 വർഷത്തിലേറെയായി സൗജന്യ മരുന്ന് നൽകി വരുന്നു. ഒരു ഡോസിന് 6 ലക്ഷത്തോളം രൂപ വരുന്ന 600 യൂണിറ്റോളം ഡിസ്ഡിപ്ലാം മരുന്നാണ് ഇതുവരെ നൽകിയത്. ഈ കുട്ടികളെല്ലാം തന്നെ രോഗം ശമിച്ച് കൂടുതൽ ബലമുള്ളവരും കൂടുതൽ ചലനശേഷിയുള്ളവരുമായി മാറിയിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. 27, 28 തീയതികളിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ബിന്ദു സജിത് കുമാറിനെ അനുസ്മരിച്ച് ഗാനാർച്ചന. ഗായികയും കണ്ണൂർ APJ അബ്ദുൽ കലാം ഭരണസമിതി അംഗവുമായിരുന്ന ബിന്ദു സജിത് കുമാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഗാനാർച്ചന സംഘടിപ്പിച്ചു. ലൈബ്രറി അങ്കണത്തിൽ നടന്ന പരിപാടി ലൈബ്രറി പ്രസിഡന്റ് K ജയരാജൻ, സെക്രട്ടറി PK ബൈജു, ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ EK സിറാജ്, KV തമ്പാൻ, രാജീവൻ കാട്ടാമ്പള്ളി എന്നിവർ സംസാരിച്ചു. നടനരത്നം കവിത ശേഖർ, K സമീറ, രാജേഷ് ലാഷ്, ഓമന മോഹൻദാസ്, ഗംഗാധരൻ എടച്ചൊവ്വ എന്നിവർ ഗാനമാലപിച്ചു.
മുതിർന്ന CPM നേതാവ് EP ജയരാജനുമായി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് എംപിമാരുമായും ചർച്ച നടത്തിയിരുന്നതായി കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ. കേരളത്തിൽ CPMന് ഒരു MP മാത്രമേയുള്ളൂ. ബാക്കിയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് മാത്രമല്ല CPM, CPI നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് തെറ്റെന്നും ജാവദേക്കർ ചോദിച്ചു. EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാ വിഷയങ്ങളും അവസാനിച്ചെന്നും ജാവദേക്കർ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ കണ്ടുവെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും ജാവദേക്കർ EPയോട് പറഞ്ഞു. പകരം SNC ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്ന് ഉറപ്പുകൊടുത്തുവെന്നും എന്നാൽ EP സമ്മതിച്ചില്ലെന്നുമായിരുന്നു ദല്ലാളിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് EPയുമായി ചർച്ച ചെയ്തുവെന്നാണ് BJP നേതാക്കൾ പ്രതികരിച്ചത്. തന്നെ മകന്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ കണ്ടിരുന്നുവെന്ന് EP ജയരാജനും ഇന്നലെ പറഞ്ഞിരുന്നു. മകന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ് വന്നു കണ്ടത്. ഇതുവഴി പോയപ്പോൾ കയറിയെന്നായിരുന്നു പറഞ്ഞത്. രാഷ്ട്രീയം സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന് താൻ അവരെ അറിയിച്ചുവെന്നും EP പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടെടുപ്പും എല്ലാ തലങ്ങളിലും പൂർണ്ണമായും തൃപ്തികരമായിരുന്നുവെന്നും വോട്ടെടുപ്പ് യന്ത്രങ്ങൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. സംസ്ഥാനത്തെ 25,231 പോളിംഗ് ബൂത്തുകളിൽ 95% വൈകിട്ട് 6 മണിയോടെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായി. 99% ബൂത്തുകളിലും 8 മണിയോടെ വോട്ടെടുപ്പ് പൂർത്തിയായി. വടകര മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ മാത്രമാണ് പിന്നീടും വോട്ടെടുപ്പ് നടന്നത്. വൈകിട്ട് 5 മണിക്ക് ശേഷം ഈ മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ കൂടുതൽ വോട്ടർമാർ എത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്താൻ കൂടുതൽ ജാഗ്രത കാണിച്ചത് മൂലമാണ് സ്വാഭാവികമായും കൂടുതൽ സമയമെടുത്തത്. 6 മണിയോടെ ബൂത്തിലെത്തിയ മുഴുവൻ വോട്ടർമാർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുവാനും ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വിന്യാസത്തിൽ ബാഹ്യ ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇക്കുറി ആദ്യമായി നവീന രീതിയാണ് അവലംബിച്ചതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. ഓർഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പക്ഷപാതരഹിതമായാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം പൂർത്തിയാക്കിയത്. ജില്ലകളിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ സോഫ്റ്റ്വെയറിൽ നൽകി അതിലൂടെ ഇടപെടലുകളില്ലാതെയാണ് ഉദ്യോഗസ്ഥ വിന്യാസം പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ച ഉദ്യോഗസ്ഥരിൽ മുൻപരിചയമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. ആവശ്യമായ പരിശീലനം നൽകിയാണ് എല്ലാ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത്. വോട്ടർമാരുടെ രേഖകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാണിച്ചത് മൂലമാണ് ചില ബൂത്തുകളിൽ വോട്ടെടുപ്പിന് കൂടുതൽ സമയമെടുത്തത്. പ്രതികൂലമായ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ പരിഗണിക്കുമ്പോൾ മികച്ച പോളിംഗാണ് സംസ്ഥാനത്ത് നടന്നതെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രകടനം വിശകലനം ചെയ്യുമ്പോൾ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ കുറ്റമറ്റ പ്രവർത്തനമായിരുന്നു ഇവിടങ്ങളുടേതെന്ന് വ്യക്തമായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരാശരി 5% വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ നിരക്ക്. എന്നാൽ ഇക്കുറി ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്നിവയിൽ 0.44% യൂണിറ്റുകൾക്കും VVപാറ്റുകളിൽ 2.1% മാത്രമാണ് തകരാറുണ്ടായത്. EVM സംബന്ധിച്ച് മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും നേരത്തെ പ്രവചിച്ചതെല്ലാം വാസ്തവവിരുദ്ധമാണെന്ന് പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പോടെ ബോധ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് സംബന്ധിച്ച് ലഭിച്ച എല്ലാ ഗൗരവമുള്ള പരാതികളിലും പരിശോധിച്ചതായും അന്വേഷണത്തിൽ അധിക പരാതികളിലും കഴമ്പില്ലെന്ന് വ്യക്തമായതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഇരട്ടിപ്പ് കണ്ടെത്തിയ മുഴുവൻ കേസുകളിലും പരിഹാര നടപടിയെടുത്തിട്ടുണ്ട്. അവ നീക്കിയതായും അദ്ദേഹം പറഞ്ഞു. വളരെ ബൃഹത്തും സങ്കീർണവുമായ വോട്ടർ പട്ടിക ശുദ്ധീകരണം സൂക്ഷ്മതയോടെ നടത്തിയിട്ടുണ്ട്. സുഗമമായ വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇക്കുറി സംസ്ഥാനത്ത് ഒരിടത്തും ഉണ്ടായില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടെടുപ്പും എല്ലാ തലങ്ങളിലും പൂർണ്ണമായും തൃപ്തികരമായിരുന്നുവെന്നും വോട്ടെടുപ്പ് യന്ത്രങ്ങൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. സംസ്ഥാനത്തെ 25,231 പോളിംഗ് ബൂത്തുകളിൽ 95% വൈകിട്ട് 6 മണിയോടെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായി. 99% ബൂത്തുകളിലും 8 മണിയോടെ വോട്ടെടുപ്പ് പൂർത്തിയായി. വടകര മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ മാത്രമാണ് പിന്നീടും വോട്ടെടുപ്പ് നടന്നത്. വൈകിട്ട് 5 മണിക്ക് ശേഷം ഈ മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ കൂടുതൽ വോട്ടർമാർ എത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്താൻ കൂടുതൽ ജാഗ്രത കാണിച്ചത് മൂലമാണ് സ്വാഭാവികമായും കൂടുതൽ സമയമെടുത്തത്. 6 മണിയോടെ ബൂത്തിലെത്തിയ മുഴുവൻ വോട്ടർമാർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുവാനും ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വിന്യാസത്തിൽ ബാഹ്യ ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇക്കുറി ആദ്യമായി നവീന രീതിയാണ് അവലംബിച്ചതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. ഓർഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്
പക്ഷപാതരഹിതമായാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം പൂർത്തിയാക്കിയത്. ജില്ലകളിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ സോഫ്റ്റ്വെയറിൽ നൽകി അതിലൂടെ ഇടപെടലുകളില്ലാതെയാണ് ഉദ്യോഗസ്ഥ വിന്യാസം പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ച ഉദ്യോഗസ്ഥരിൽ മുൻപരിചയമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. ആവശ്യമായ പരിശീലനം നൽകിയാണ് എല്ലാ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത്. വോട്ടർമാരുടെ രേഖകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാണിച്ചത് മൂലമാണ് ചില ബൂത്തുകളിൽ വോട്ടെടുപ്പിന് കൂടുതൽ സമയമെടുത്തത്. പ്രതികൂലമായ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ പരിഗണിക്കുമ്പോൾ മികച്ച പോളിംഗാണ് സംസ്ഥാനത്ത് നടന്നതെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രകടനം വിശകലനം ചെയ്യുമ്പോൾ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ കുറ്റമറ്റ പ്രവർത്തനമായിരുന്നു ഇവിടങ്ങളുടേതെന്ന് വ്യക്തമായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരാശരി 5% വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ നിരക്ക്. എന്നാൽ ഇക്കുറി ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്നിവയിൽ 0.44% യൂണിറ്റുകൾക്കും വിവിപാറ്റുകളിൽ 2.1% മാത്രമാണ് തകരാറുണ്ടായത്. EVM സംബന്ധിച്ച് മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും നേരത്തെ പ്രവചിച്ചതെല്ലാം വാസ്തവവിരുദ്ധമാണെന്ന് പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പോടെ ബോധ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് സംബന്ധിച്ച് ലഭിച്ച എല്ലാ ഗൗരവമുള്ള പരാതികളിലും പരിശോധിച്ചതായും അന്വേഷണത്തിൽ അധിക പരാതികളിലും കഴമ്പില്ലെന്ന് വ്യക്തമായതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഇരട്ടിപ്പ് കണ്ടെത്തിയ മുഴുവൻ കേസുകളിലും പരിഹാര നടപടിയെടുത്തിട്ടുണ്ട്. അവ നീക്കിയതായും അദ്ദേഹം പറഞ്ഞു. വളരെ ബൃഹത്തും സങ്കീർണവുമായ വോട്ടർ പട്ടിക ശുദ്ധീകരണം സൂക്ഷ്മതയോടെ നടത്തിയിട്ടുണ്ട്. സുഗമമായ വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇക്കുറി സംസ്ഥാനത്ത് ഒരിടത്തും ഉണ്ടായില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. LSS USS പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. LSSന് ആകെ 1,08,733 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 21,414 കുട്ടികൾ സ്കോളർഷിപ്പിന് യോഗ്യത നേടി. വിജയശതമാനം 19.96 ആണ്. USSന് 96,663 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 7,420 കുട്ടികൾ സ്കോളർഷിപ്പിന് യോഗ്യത നേടി. വിജയശതമാനം 7.79%. 1,577 കുട്ടികൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലേക്ക് യോഗ്യത നേടി. ഈ വർഷത്തെ LSS USS പരീക്ഷകൾ സംസ്ഥാനത്തെ വിവിധ പരീക്ഷാ സെന്ററുകൾ വെച്ച് ഫെബ്രുവരി 28 നടന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി 2 മാസത്തിനുള്ളിൽ ഫലം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്ത 4.8 കോടി വിട്ടുകിട്ടാൻ BJP സ്ഥാനാർത്ഥി ഇടപെട്ടെന്ന പരാതിയിൽ കേസെടുത്തു പോലീസ്. മുൻ മന്ത്രിയും കർണാടക ചിക്കബൽപൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ K. സുധാകരനെതിരെയാണ് മടനായകനഹള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പണം വിട്ടുകിട്ടുന്നതിനായി മനീഷ് മോഡ്ഗിൽ എന്ന IAS ഉദ്യോഗസ്ഥനോട് സുധാകർ ശുപാർശ ചെയ്തെന്നാണ് ആരോപണം. വാട്സപ്പിലൂടെയുള്ള നോഡൽ ഓഫീസർ കൂടിയായ മനീഷിനെ പണം കെട്ടിട്ടതിനായി സുധാകർ സമീപിച്ചത്. ആദ്യം വാട്സാപ്പ് കോൾ വഴി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് അയച്ച സന്ദേശത്തിൽ പിടിച്ചെടുത്ത പണം ലഭിക്കാൻ സഹായിക്കണമെന്നാണുള്ളത് റിപ്പോർട്ടുകൾ. എന്നാൽ വാട്സാപ്പ് കോളിൽ അത് വിട്ടുകൊടുക്കൂ എന്ന് കന്നഡിയിൽ സുധാകർ പറഞ്ഞതായാണ് ആരോപിക്കുന്നത്. ഇതോടെ ഇന്നത്തെ അസാധ്യമാണ് സമ്മതിക്കുന്നത്. നാളെ കാണാം. നമസ്കാരം.